വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ YT സ്റ്റുഡിയോയിലുള്ള ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സ് എന്തൊക്കെയാണ്, അത് എവിടേക്കാണ് ഓൺ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഓൺ ചെയ്യേണ്ടത്, അത് YT സ്റ്റുഡിയോയിൽ എവിടെയാണ് കാണുന്നതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കും, നിങ്ങളുടെ വീഡിയോയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു സെറ്റിങ്സ് എവിടെയാണ് കാണുന്നത് ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്ത് നോക്കുക. ചിലപ്പോൾ വീഡിയോ കൂടുതൽ പേർക്ക് റെക്കമെൻഡിലോട്ട് പോകും, മറ്റുള്ള ലാംഗ്വേജിലേക്കൊക്കെ നമ്മൾ വീഡിയോ റെക്കമെൻഡിലേക്കൊക്കെ പോകാൻ സഹായിക്കുന്ന കൂടുതൽ പേർക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേയൊക്കെ ഉള്ള ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ഞാൻ ഓൺ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. അപ്പോൾ ഓരോ സാധാരണക്കാരനും മനസ്സിലാക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. നേരെ സ്ക്രീൻ റെക്കോർഡിലോട്ട് പോകാം. നമ്മൾ ആദ്യം YT സ്റ്റുഡിയോ ആപ്പ് തുറക്കുക. ഓക്കെ, അപ്പോൾ YT സ്റ്റുഡിയോ ആപ്പ് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ചിത്രം, ആ ഒരു പ്രൊഫൈൽ ചിത്രം നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഇവിടെ പുഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ള നീക്കിയിട്ട് എല്ലാം എനേബിൾ ചെയ്യുക. അതായത് അനലിറ്റിക്സിൻ്റെ ഇത് സംഭവം, അച്ചീവ്മെൻറ്റ്, പോളിസി, ഏണിങ്, അപ്ഡേറ്റ്സ് ഇതെല്ലാം ഓൺ ചെയ്യുക. കാരണം ഇതെല്ലാം എന്തിനാണ് ഓൺ ചെയ്യുന്നത് വെച്ചാൽ YT സ്റ്റുഡിയോയിൽ വരുന്ന നോട്ടിഫിക്കേഷൻ, YT സ്റ്റുഡിയോയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് മെസ്സേജും സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷനായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ എനേബിൾ ചെയ്യുന്നത്. ഇത് എനേബിൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ നോട്ടിഫിക്കേഷൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോഴത്തേക്കും ഈ ഒരു സംഭവം എനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് YT സ്റ്റുഡിയോയിൽ വരുന്ന എന്ത് ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളായാലും നമുക്ക് എന്ത് ചെയ്യും, അത് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നത്. അപ്പം ഈ ഒരു 5 സാധനം നിങ്ങളത്തെ ഓൺ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓഡിയൻസ്. ഈ ഓഡിയൻസ് ഏതാണ്, നിങ്ങൾ നോട്ട് മോഡിഫൈഡ് കിഡ്സ് ആണോ, അതല്ലെങ്കിൽ മേഡ് ഫോർ കിഡ്സ് ആണോ, എന്താണോ നിങ്ങൾ ചാനൽ ബന്ധപ്പെട്ട് ആ ഒരു സംഭവം അവിടുത്തെ ഓൺ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ കൺട്രി ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഏത് രാജ്യത്താണ്, അപ്പോൾ നമ്മൾ ഇന്ത്യ ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യ എന്ന് കൊടുക്കുന്നു. പിന്നെ പെർമിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ നിങ്ങളെ ഇമെയിൽ ഐ ഡി ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടോ. പിന്നെ ക്രിയേറ്റർ ഡെമോഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ അത് വേണ്ടത് ഒരു സർവേ വെക്കാൻ വേണ്ട. പിന്നെ ഈ കാണുന്ന ക്ലിപ്പ് ഓൺ ആക്കി കൊടുക്കുക, ഹാൻഡ്സ് ഓട്ടോ ക്യാപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. പിന്നെ ഓട്ടോമാറ്റിക് ഡബ്ബിങ് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കി കൊടുക്കുക. ഞാൻ ഓഫ് ആക്കി ചെയ്താണ്, ഞാൻ ഓൺ ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്ന് ഓൺ ആക്കാം. കാരണം ഈ ഒരു ഓട്ടോമാറ്റിക് ഡബ്ബിങ് കണ്ടിട്ട് നമ്മുടെ വീഡിയോ മറ്റ് ഭാഷ, ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിലേക്കോ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജിലേക്ക് എന്തോ ഓട്ടോമാറ്റിക്കായിട്ട് ഡബ്ബ് ചെയ്യുന്നത്. അത് ഒരു ഓൺ ആക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഭാഷക്കാർക്ക് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് കൂടുതൽ വ്യൂസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ കറൻസി ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, USD. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് എനേബിൾ ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്ത സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെൻസിൽ ബട്ടൺ കണ്ടില്ലേ, ആ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പെൻസിൽ ബട്ടൻ്റെ അവിടെ ഹോം ടാബ് കൊടുക്കുക. ഈ ഹോം ടാബിനവിടെ ഫോർ യു എന്നുള്ള അവിടെ കിടക്കുമ്പോൾ അവിടെ വീഡിയോ, ഷോർട്സ്, ലൈവ് സ്ട്രീം, ഈ 3 സംഭവങ്ങൾ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ പ്രസൻസി എന്നതിൻ്റെ അവിടെ ഓൾ കണ്ടന്റ് റെക്കമെൻഡ്, റീസെൻറ്റ് കണ്ടന്റ് ഉള്ളി, അതായത് ഈ റീസെൻറ്റ് കണ്ടന്റ് ഉള്ളിൽ നമ്മൾ 12 മാസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് മാത്രമേ റെക്കമെൻഡ് ആയിട്ട് പോകുള്ളൂ. ഓൾ കണ്ടന്റ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ കണ്ടന്റുകളും റെക്കമെൻഡ് ആയിട്ട് ചെല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓൾ കണ്ടന്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ എന്താ പറയുക, ഓൾ കണ്ടന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, നിങ്ങളെ ഹാൻഡിലിങ്, നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ ബാനേഴ്സും സംഭവങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ ഈ ഒരു കാണിച്ച സെറ്റിങ്സുകളാണ് നമ്മൾ YT സ്റ്റുഡിയോയുടെ ആപ്പിലൂടെ നമ്മൾ എനേബിൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഹോം ബ്രൗസർ വഴിയിട്ട് ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സുകളുണ്ട്. ആ ഒരു സെറ്റിങ്സ് എന്തൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അത് കിട്ടി കാണാവുന്നതാണ്. അപ്പം ആ ഒരു സെറ്റിങ്സിൽ ഓണാക്കിയാൽ ഒന്നും കൂടി നമ്മൾ ചാനൽ രീതിയിൽ പ്രൊഫഷണലാവും. അപ്പോൾ ആ ഒരു സെറ്റിങ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. വേണമെന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലത്തെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് YT സ്റ്റുഡിയോ ആപ്പ് ചെയ്യേണ്ട സെറ്റിങ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ഓൺ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ
ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത